ഹായ് ഫ്രണ്ട്സ്, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സ്പൈസി മാക്രോണി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മാക്രോണി കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളം വെക്കുക. എന്നിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇടുക. എന്നിട്ട് അത് ബോയിൽ ചെയ്യുക. വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ അതിൽ 2 കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. 90% കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഫുള്ളായിട്ട് കുക്കാവണ്ട. മക്രോണി ഒരു 90% കുക്കാകുമ്പോൾ അതിലൊരു 3/4 കപ്പ് പാസ്ത വാട്ടർ എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി വെള്ളം സ്ട്രെയിനറിലിട്ടിട്ട് ഊറ്റിക്കളയാം. ഒരു പാത്രം വെക്കുക. എന്നിട്ട് അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത 3 അല്ലി വെളുത്തുള്ളി ഇട്ടെടുത്തിട്ട് ഒരു 30 സെക്കൻഡ് സോട്ട് ചെയ്യുക. ഒരു മീഡിയം സൈസ് വലിയുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരു ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഉള്ളി ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ 1/4 കപ്പ് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഓയിൽ തെളിഞ്ഞ് വരും. അതിനുശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച പാസ്ത വാട്ടർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് തിളക്കുന്നത് വരെ ഒന്ന് അടച്ച് വെക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ 2 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ സ്റ്റോക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ അതിൽ 1/2 കപ്പ് പാലൊഴിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഫ്രഷ് ക്രീമോ ഹെവി ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അതൊഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ച മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചീസ് ഇട്ടെടുക്കുക. ചെദാർ ചീസ്, മോസറല്ല ചീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ട്രയാങ്കിൾ ചീസാണ് ഇട്ടത്. രണ്ട് പീസ് സ്ലൈസ്ഡ് ചീസും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക, ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഏകദേശം 50 ഗ്രാം ഉണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഒറിഗാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇറ്റാലിയൻ ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കുക, ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റിലുള്ള ക്രീമി ആയിട്ടുള്ളൊരു മാക്രോണി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.